ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ലുക്ക് ഒന്ന് നോക്കി പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഫോണിന്റെ ഒരു ലുക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല വെറും 7299 രൂപയ്ക്ക് നമുക്ക് 256 GB ഇന്റേണൽ സ്റ്റോറേജ് ലഭിക്കുന്നു എന്നുള്ളതും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രത്യേകതയാണ്. അവിടെയും തീരുന്നില്ല, ഈ ഒരു ഫോണിൽ ഐഫോണിലൊക്കെ കാണാറുള്ള തരത്തിലുള്ള ഒരു ഡൈനാമിക് ബാർ നമുക്ക് ഇവിടെ കാണാം. ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ പ്രൈസിംഗ് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഒരു 7299 രൂപയ്ക്ക് ഇതിന്റെ ഏറ്റവും ടോപ്പ് വേരിയന്റ് വാങ്ങാം 256 GB സ്റ്റോറേജുമായിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഐറ്റലിന്റെ A70 എന്ന് പറയുന്ന ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഫോണിന്റെ അൺബോക്സിംഗ് ഒന്ന് കാണാം. ഇതുപോലൊരു ബോക്സിനകത്താണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു ഫോണിന്റെ ബോക്സിനുള്ളിൽ ഇതുപോലെ യൂസർ മാനുവൽ, വാറന്റി കാർഡ് ഇൻഫർമേഷൻ ഉണ്ട്. അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് കേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബാക്ക് കേസ് ഒറ്റ നോട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഐഫോണിന്റെ കേസ് ആണോ എന്ന് തോന്നിപ്പോകും. എസ്പെഷ്യലി ഇതിന്റെ ബാക്കിൽ കാണുന്നത് ഈ ഒരു ഭാഗം കണ്ടില്ല, അതിന്റെ ഒരു മാഗ്നറ്റിക് ചാർജർ പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ ഇതിനകത്ത് ഇത്തരത്തിലൊരു സിം ഇജക്ടർ പിന്നും ചാർജിങ്ങിന് വേണ്ടി USB Type-C ചാർജിംഗ് കേബിളും ആണ് നൽകിയിരിക്കുന്നത്. ഈ പ്രൈസ് പോയിന്റിൽ USB Type-C ചാർജിംഗ് കേബിൾ കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്. കൂടാതെ ഒരു ചാർജർ ഉണ്ട്, അതൊരു ഫാസ്റ്റ് ചാർജർ ഒന്നുമല്ല നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫോണിന്റെ ബോക്സിനകത്ത് നൽകിയിരിക്കുന്നത്. ഫോണിന്റെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ക്യാമറകളാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു ക്യാമറ മൊഡ്യൂളിൽ ഒരു മൂന്നാമതൊരു ക്യാമറ പോലെ ഒരു LED ഫ്ലാഷ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ രഹസ്യമായിട്ട് പറയാം, ഒറ്റ നോട്ടത്തിൽ കണ്ട ഈ പറഞ്ഞ ഒരു ഐഫോൺ ലൈക്ക് ലുക്ക് തന്നെയാണ് എന്തായാലും ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത് എന്ന് പറയാതെ പോയ. ഫോണിന്റെ ബാക്ക് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ഗ്ലാസ് ബോഡി ആണെന്ന് തോന്നും. പക്ഷേ പ്ലാസ്റ്റിക് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഓസം എന്ന് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഡിസൈൻ ബൈ ഐറ്റൽ എന്ന് എഴുതിയിരിക്കുന്നു. ഐറ്റൽ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞു ഷോപ്പുകളിൽ ചെന്നാൽ പോലും ഐറ്റൽ ബ്രാൻഡിന്റെ ഫോണുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും ആക്സസിബിൾ ആവുന്ന ഒരു പ്രൈസ് പോയിന്റിലാണ് ഐറ്റൽ ഫോണുകൾ ഇറക്കുന്നത് എന്നുള്ളത് പ്രത്യേകതയാണ്. ഇതിന്റെ സൈഡിലേക്ക് വരുമ്പോൾ ഇതുപോലെ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കാണാം. ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിരിക്കുന്നത്. സാധാരണ 10,000 രൂപയിൽ താഴെ വരുന്ന ഫോണുകൾ പലപ്പോഴും ബാക്കിലാണ് ഫിംഗർ പ്രിന്റ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെയും ഐറ്റൽ വ്യത്യസ്തമായി സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് ഫിംഗർ പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിന്റെ ചാർജിംഗ് പോർട്ടാണ്. USB Type-C ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ 7,000 രൂപ പ്രൈസ് പോയിന്റിൽ അല്ലെങ്കിൽ 6,000 രൂപ പ്രൈസ് പോയിന്റിലൊക്കെ വരുന്ന ഫോണുകളിൽ പലപ്പോഴും മൈക്രോ USB പോർട്ടാണ് വരാറുള്ളത്. പക്ഷേ എന്തായാലും Type-C കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ ഗ്രില്ല്, മൈക്രോഫോൺ, 3.5mm ഓഡിയോ ജാക്കും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സിം ട്രേ ഇടത് സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ സമയം 2 നാനോ സിം കാർഡുകളും ഒരു മെമ്മറി കാർഡ് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ഒരുമിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. അധികം വെയിറ്റ് ഒന്നുമില്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ വളരെ സുഖമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ മാത്രമല്ല, ഈ ഒരു ഫോണിന്റെ സൈഡ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആണ്. ഒരു ബോക്സി ഡിസൈൻ ആണ് മൊത്തത്തിൽ ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. കയ്യിൽ ഹോൾഡ് ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ള ഒരു ഫീൽ തന്നെ ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു 7,000-6,000 രൂപ പ്രൈസ് പോയിന്റുള്ള ഒരു ഫോൺ ആണെന്ന് നമുക്ക് തോന്നില്ല. അതിൽ നിന്നും ഒരു പ്രീമിയം ലുക്ക് എന്തായാലും ഈ ഒരു ഫോണിന് ഐറ്റൽ നൽകിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.6 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഡൈനാമിക് ബാർ എന്ന പേരിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫോൺ ചാർജിൽ ഇടുമ്പോഴും അതിന്റെ ഒരു ഇൻഡിക്കേഷൻ കാണിക്കും. കോൾ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഇൻഡിക്കേഷൻ ഒക്കെ കാണിക്കുന്ന തരത്തിൽ സാധാരണ ഐഫോണിലൊക്കെ കാണുന്ന ഡൈനാമിക് ഐലൻഡിന്റെ മറ്റൊരു രൂപമായിട്ടുള്ള ഡൈനാമിക് ബാർ നമുക്ക് ഇവിടെ കാണാമെന്നുള്ളൊരു പ്രത്യേകതയാണ്. ഫ്രണ്ട് ക്യാമറ ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചിലാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽ സാധാരണയിൽ കവിഞ്ഞ് ഒരു അല്പം കൂടി സൈസ് ഉണ്ട്. എസ്പെഷ്യലി ചിന്നെന്നറിയപ്പെടുന്ന ഭാഗമൊക്കെ ഒരു അല്പം കൂടി സൈസ് കൂടുതലാണ്. അതൊന്നും നമുക്കൊരു കുറ്റമായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഈ ഒരു പ്രൈസ് പോയിന്റ് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. ഇതിന്റെ ബേസ് വേരിയന്റിന്റെ വില എന്ന് പറയുന്നത് വെറും 6,299 രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ഫോണിന്റെ പ്രത്യേകത. ഫോണിന്റെ ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് പവർ നൽകുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് ഇത്തരത്തിൽ USB Type-C ചാർജിംഗ് പോർട്ടും കൊടുത്തിരിക്കുന്നു. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അതൊരു വലിയ കാര്യമാണ്. ഈ പ്രൈസ് പോയിന്റിൽ പലപ്പോഴും മൈക്രോ USB പോർട്ടുമായിട്ടാണ് ഈ വിലയിലുള്ള ഫോണുകൾ വരുന്നത്. പക്ഷേ ഇവിടെ എന്തായാലും Type-C തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷേ ചാർജിങ്ങിന് ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് ചാർജർ ഒന്നും അല്ല നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പലരും അതത്ര ശരിയല്ലെങ്കിൽ പോലും രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫോൺ ചാർജിന് ഇട്ടിട്ട് കിടക്കുന്നവരാണ്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഇല്ലെങ്കിലും നമ്മൾ അറിയുന്നില്ല എത്ര സമയം കൊണ്ടാണ് ചാർജ് ആവുന്നതെന്നും. അത്തരക്കാർക്ക് അതൊരു പ്രശ്നമേ അല്ല. ഇതിന്റെ സെക്കൻഡ് വേരിയന്റിൽ പോലും 128 GB ഇന്റർണൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ റാമും ഈ പറഞ്ഞതുപോലെ 4GB + 8GB ആണ്. അതായത് 8GB എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു 12GB എഫക്ട് നമുക്ക് ലഭിക്കുന്നു. എക്സ്റ്റൻഡ് റാം 8GB വരും, ആക്ച്വൽ റാം 4GB ആണ്. അപ്പോൾ 8+4 വന്നിട്ട് 12GB റാമിന്റെ ഒരു എഫക്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കും. അതുകൊണ്ട് തന്നെ മൾട്ടി ടാസ്കിംഗ് ഒക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ചെയ്യാൻ സാധിക്കും. ഇനി ഇതിന്റെ ഒരു ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ ഫോണിന്റെ ബാക്കിൽ 13 മെഗാ പിക്സലിന്റെ ഒരു HDR ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. സെൽഫി എടുക്കുന്നതിന് വേണ്ടി വാട്ടർ ഡ്രോപ്പ് നോച്ചിൽ 8 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറയും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെൽഫി ക്യാമറ 8 മെഗാ പിക്സലിന്റേത്, അതും ഈ ഒരു 6,000-7,000 രൂപ പ്രൈസ് പോയിന്റിൽ അങ്ങനെ പതിവല്ല. സാധാരണ 5 മെഗാ പിക്സൽ സെൽഫി ഒക്കെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ 8 മെഗാ പിക്സലിന്റെ സെൽഫി തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ ഒരു ക്യാമറ ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ വീഡിയോ മോഡ്, അതുപോലെ ഫോട്ടോ, പോർട്രേറ്റ് ഫോട്ടോകൾ എടുക്കാനുള്ള ഓപ്ഷൻ, ലോ ലൈറ്റിൽ ഫോട്ടോ
ഫോട്ടോകൾ എടുക്കാനുള്ള ഓപ്ഷൻ, ഈവൻ ഫോട്ടോയുടെ പ്രോ മോഡ് പോലും കൊടുത്തിട്ടുണ്ട്. മോറിലേക്ക് വന്നാൽ പനോരമിക് ഫോട്ടോകളും HDR ഫോട്ടോകൾ എടുക്കാനുള്ള ഓപ്ഷനും നൽകിയിട്ടുണ്ട്. വീഡിയോയിലേക്ക് വന്നാൽ നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും മാക്സിമം ഫുൾ HD 30 frames per second വരെയുള്ള ഫോട്ടോകൾ എടുക്കാം. ഈ പ്രൈസ് പോയിന്റിൽ ഒരുവിധം ഓക്കെ ആയിട്ടുള്ള ഫോട്ടോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. ഫോണിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞാൽ യൂണിസോക്കിന്റെ T603 എന്ന് പറയുന്ന ഒക്ടാ കോർ പ്രോസറാണ് ഈ ഒരു ഫോണിന് കരുത്ത് പകരുന്നത്. ഈ ഒരു ഫോണിന്റെ ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ പറഞ്ഞാൽ നമുക്കൊരു എൻട്രി ലെവൽ ഗെയിം ഒക്കെ കളിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഉദാഹരണത്തിന് സബ്വേ സർഫേസ്, അതുപോലെ ടെമ്പിൾ റൺ തുടങ്ങിയ ഗെയിമൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇതിനകത്ത് കളിക്കാം. അതുപോലെ PUBG പോലുള്ള ഗെയിമിന്റെ ഒക്കെ ഒരു എൻട്രി ലെവൽ സെറ്റിംഗിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കളിക്കാൻ സാധിക്കും. അതുപോലെ ഈ ഒരു ഫോൺ പറഞ്ഞ പോലെ സാധാരണ ഒരു യൂസിൽ വലിയ ലാഗോ ഇഷ്യൂസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 256 GB ഇതിന്റെ മാക്സിമം സ്റ്റോറേജ് ഓപ്ഷൻ ആയിട്ട് ലഭിക്കുന്നുണ്ട്. എക്സ്പാൻഡബിൾ റാം ഉൾപ്പെടെ 12 GB റാമിന്റെ ഒരു എഫക്റ്റും നമുക്ക് ഈ ഒരു ഫോണിനകത്ത് കിട്ടും. അപ്പോൾ ഇത്രയും സ്റ്റോറേജ് ഓപ്ഷൻ ഇതിനകത്ത് നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെയും നമുക്ക് ഈ ഒരു ഫോണിനകത്ത് 60,000-ലധികം ഫോട്ടോകളും അതുപോലെ 10,000-ലധികം വീഡിയോകളും 24,000-ലധികം MP3 സോങ്ങുകളും വേണമെങ്കിൽ പോലും ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. അത്രയും ഒരു സ്റ്റോറേജ് ഓപ്ഷൻ ഈ പ്രൈസ് പോയിന്റിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഫോണിനെ സംബന്ധിച്ച് ഐറ്റൽ ഏറ്റവും ടോപ്പായിട്ട് ഉയർത്തി കാണിക്കുന്ന ഒരു കാര്യം. ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ മോണോ സ്പീക്കറാണ് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബോട്ടം ഫയറിംഗിലാണ് ഇതിൻ്റെ ഒരു സൗണ്ട് വരുന്നത്. ഒക്കേഷ് ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് ഇതിനകത്ത് അധികം കുറ്റങ്ങളൊന്നും പറയാനില്ല. കാര്യം അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ഫോണിൻ്റെ വില എന്നുള്ളത്. 4 വ്യത്യസ്ത കളറിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത്. അതായത് ബ്ലൂ കളറുണ്ട്, ഗ്രീൻ, ഒരു ലൈറ്റ് ബ്ലൂ, അതുപോലെ ഇത്തരത്തിൽ ഗോൾഡൻ കളർ. ഇങ്ങനെ ഒരു 4 കളർ വേരിയന്റിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫോൺ പ്രധാനമായിട്ടും ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ നിങ്ങൾക്ക് ഒരുപാട് പൈസയൊന്നും ചിലവാക്കാൻ സാധിക്കത്തില്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ 64 GB സ്റ്റോറേജ് ഓപ്ഷന് വെറും 6,299 രൂപ മാത്രമാണ്. അതുപോലെ തന്നെ 128 GB സ്റ്റോറേജ് ഓപ്ഷന് നമുക്ക് 6,799 രൂപയും 256 GB സ്റ്റോറേജ് ഓപ്ഷനും 7,299 രൂപയ്ക്കും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഇതൊരു 4G സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ ഈ പ്രൈസ് പോയിന്റിൽ ഇതുവരെ 5G ഒന്നും ഒരു ഫോണും വന്നിട്ടില്ല. ഒരു 5G സ്മാർട്ട് ഫോൺ വാങ്ങണമെങ്കിൽ മിനിമം ഐറ്റലിന്റെ തന്നെ ഫോൺ ഏകദേശം 9,000 റേഞ്ചിലൊക്കെ 5G സ്മാർട്ട് ഫോൺ ലഭ്യമാണ്. ഈ പറഞ്ഞ പോലെ ഇതിന്റെ ബേസ് വേരിയന്റ് 6,299 രൂപയേ ഉള്ളൂ. ആ പ്രൈസ് പോയിന്റിൽ ഇതൊരു വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോൺ തന്നെയാണ്.